ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ശ്ലീഹ നോമ്പിൻ്റെ ദിവസങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ആചരിച്ചുകൊണ്ടാണല്ലോ നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ശ്ലീഹ നോമ്പിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ നല്ല മാതൃകകളെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ പരിശുദ്ധമായ ഈ ദിവസങ്ങളിലെ ശിഷ്യന്മാരുടെ ഓർമ്മകൾ നമുക്ക് ഇടയാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്താണ് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ? ഗുരുവിൻ്റെ പാതയെ വിശ്വസ്തയോടുകൂടി അനുധാവനം ചെയ്യുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ താല്പര്യങ്ങളെ നന്നായി അറിയുന്നവരും ആ താല്പര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്നവരുമാണ് യഥാർത്ഥ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വരികയും പ്രിയപ്പെട്ടവരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുവരികയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്നതാണ് ഒരു യോഗ്യത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ സ്വന്തം കുരിശെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കണം. അങ്ങനെ അനുഗമിച്ചവരാണ് ശിഷ്യന്മാർ എല്ലാവരും. അതുപോലെ തന്നെയാണ് ചെറുതാകുവാനുള്ള വിളി കൂടിയാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാട്ടിത്തരുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടായിരുന്നു. തങ്ങളിൽ ആരാണ് വലുത് എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. ഇത് ശിഷ്യത്വത്തിൻ്റെ ബദലായ ഒരു അന്വേഷണമാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രസിദ്ധി ആഗ്രഹിക്കുന്നവർക്കും ഉന്നതിയിലേക്ക് നടന്നു നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നിലനിൽക്കുവാൻ സാധ്യമാകണമെന്ന് ഇല്ല. കഷ്ടതയുടെ കാൽവറിയുടെ മലകയറ്റത്തിൽ തൻ്റെ കൂടെ തന്നെ അനുധാവനം ചെയ്യുവാൻ അനുഗമിക്കുവാൻ എല്ലാം ഉപേക്ഷിച്ചു വന്ന ശിഷ്യന്മാർ തന്നെ ഒറ്റിക്കൊടുക്കുകയും തന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. ആ മലകയറ്റത്തിൽ തൻ്റെ കുരിശിൻ്റെ പങ്കാളിയാകുവാൻ പോലും ശിഷ്യന്മാർക്ക് സാധ്യമാകാതെ പോകുന്നുണ്ട്. അവിടെ ക്രിസ്തു അവരെ മാറ്റി നിർത്തുന്നില്ല. ഉത്ഥാനത്തിന് ശേഷമുള്ള എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു അവരുടെ മുമ്പിലേക്ക് വരുന്നു. അവർക്ക് സമാധാനം ആശംസിക്കുന്നു. തിബരിയാസ് കടൽ തീരത്തിൽ പ്രാതലൊരുക്കി തൻ്റെ ശിഷ്യന്മാരെ കാത്തിരിക്കുന്നു. തന്നെ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞ, തന്നെ ജീവിതത്തിൽ ഒറ്റിക്കൊടുത്ത, തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ അനുഗമിക്കുവാൻ സാധ്യമാകാതെ പോയ ശിഷ്യന്മാരെ ഗുരു ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി തിരസ്കരിക്കുവാൻ ധാരാളം കാരണങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗുരു ആ കാരണങ്ങളിലേക്കല്ല ചെന്നത്. ചേർത്ത് നിർത്തുവാനുള്ള എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് അന്വേഷിച്ച് ആ ഗുരു ശിഷ്യന്മാരെ ചേർത്ത് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ നിർമ്മിതിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ശിഷ്യന്മാരുടെയും യഥാർത്ഥ മാതൃകളെ പിന്തുടരുവാൻ നമുക്ക് സാധ്യമാകണം. അവനെ അനുഗമിക്കുന്നവർ പിന്തിരിഞ്ഞു പോകാതെ അവനോട് ചേർന്ന് നിൽക്കുന്നവരാകണം. ദൈവത്തിനും ദൈവരാജ്യ ദർശനങ്ങൾക്കും മുൻഗണന നൽകുന്നവരാകണം യഥാർത്ഥ ശിഷ്യന്മാർ. അങ്ങനെ പരിശുദ്ധമായ ഈ നോമ്പ് മുൻപോട്ട് കൊണ്ടുപോകുവാനും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.